കൊച്ചിയിൽ ലത്തീൻ സഭയ്ക്കൊരു മേയർ വേണം എന്നൊരു നിലപാടുമായിട്ടാണ് ലത്തീൻ സഭ രംഗത്ത് വന്നിട്ടുള്ളത്. സഭകൾ അങ്ങനെ പറയുന്നതിനകത്തുള്ള യുക്തിയുണ്ട്. എവിടെയും ഉണ്ടാവാത്ത ഒരു തർക്കത്തിലേക്ക്, പരസ്യ തർക്കത്തിലേക്ക് പോയിട്ടുള്ളത് കൊച്ചി മേയർ സ്ഥാനമാണ്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുള്ളത് പെരുന്നാൾപ്പാണ്. ആ രീതിയിലേക്ക് പോകുന്നതിനകത്ത്, രാഷ്ട്രീയത്തിനകത്ത് ഏത് മുന്നണിക്കകത്താണെങ്കിലും ഗുണം ചെയ്യില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വി ഡി സതീശൻ ഇങ്ങനെ PR വർക്കിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശത്രുക്കളുടെ PR വർക്ക് ആരംഭിക്കും. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഈ കൊച്ചിയിൽ ലത്തീൻ സഭയ്ക്കൊരു മേയർ വേണം എന്നൊരു നിലപാടുമായിട്ടാണ് ലത്തീൻ സഭ രംഗത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ ഔദ്യോഗിക വക്താവ് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ തന്നെ പത്രമാധ്യമങ്ങളെ കണ്ട് ഈ ഒരു ആവശ്യം മുമ്പോട്ട് വെച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇങ്ങനെ ഓരോരുത്തരും ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടുത്തെ വോട്ടറായിട്ട് മാറിയിട്ടില്ലെങ്കിലും ഇവിടെ താമസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, എറണാകുളത്ത് താമസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും, മാർത്തോമ സഭാംഗം എന്നുള്ള രീതിയിലും, മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ പിന്നെ ഡയസിസ് സെക്രട്ടറി ഒക്കെ ആയിട്ട് 7 ജില്ലയുടെ സെക്രട്ടറി ആയിട്ട് ഒരു കാലത്ത് പ്രവർത്തിക്കുകയും അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഉണ്ടാവുകയും അതിൻ്റെ കേന്ദ്രത്തിലെ പിന്നെ അതിൻ്റെ പ്രസിദ്ധീകരണം ഉണ്ട്, ഔദ്യോഗിക മുഖമാസിക യുവദീപം, അതിൻ്റെ എഡിറ്ററായിട്ടിരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നുള്ള അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചർച്ച് പൊളിറ്റിക്സിനകത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അന്ന് ഇപ്പോഴത്തെ ഞങ്ങൾ മെത്രാപ്പൊലിത്ത പള്ളി പോക്കി ഭയങ്കര അത് ഭയങ്കര രസകരമായിട്ട് അറിയാൻ താല്പര്യമുള്ള വിഷയമായിരിക്കും. പള്ളി പോവോ ഇങ്ങനെ മത്സരിച്ച് ജയിച്ചത്. ഞങ്ങൾ പിന്നെ തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ, അതേപോലെ മംഗലാപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൂടെ, തമിഴ്നാട്ടിലെ ഗൂഡല്ലൂര് ഉൾപ്പെടെയുള്ള അത്രയും ഏകദേശം 120-നും 150-നും ഇടയ്ക്ക് പാരിഷ്, കൃത്യമായിട്ട് നമ്പർ എനിക്ക് ഓർമ്മയില്ല, അത്രയും പള്ളികളുള്ള അവിടെ നിന്ന് എല്ലാ പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ വോട്ട് നേടി ജയിച്ചതാണ്. അത് പിന്നെ ഏത് സ്ഥാനാർത്ഥികളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വന്നിരുന്ന പലരും പിന്നീട് അച്ഛന്മാരൊക്കെ ആയിട്ട് മാറി. നമ്മൾ പിന്നെ വഴി തെറ്റിപ്പോന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മാർത്തോമ സഭാംഗമായിട്ടുള്ള ദീപ്തി മേരി വർഗീസിനെ മേയറാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തമാശയായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ചിന്തിക്കുന്ന ഈ കാര്യത്തിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, സഭകൾ അങ്ങനെ പറയുന്നതിനകത്തുള്ള യുക്തിയുണ്ട്. 2 ഈ 700ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDF വിജയിച്ചു. 700 സ്ഥലത്ത് വിജയിക്കുമ്പോൾ എങ്ങനെ പോയാലും അതിൽ 500 സ്ഥലത്തും കോൺഗ്രസിൻ്റെ ആയിരിക്കും അധ്യക്ഷ സ്ഥാനം വരുന്നത്. 500 സ്ഥലത്തും 500 മേളി വരും. മലപ്പുറം ജില്ലയിൽ 100ഓളം പഞ്ചായത്തുകളുണ്ട്, അതിൽ തന്നെ കുറേ കോൺഗ്രസിൻ്റെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ 550-നടുത്ത് 550-നടുത്ത് പിന്നെ അധ്യക്ഷ സ്ഥാനങ്ങൾ കിട്ടാൻ പോകുന്നത് കോർപ്പറേഷനാവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, പഞ്ചായത്താവട്ടെ, ബ്ലോക്ക് പഞ്ചായത്താവട്ടെ, ജില്ലാ പഞ്ചായത്താവട്ടെ കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനാണ്. എവിടെയും ഉണ്ടാവാത്ത ഒരു തർക്കത്തിലേക്ക്, പരസ്യ തർക്കത്തിലേക്ക് പോയിട്ടുള്ളത് കൊച്ചി മേയർ സ്ഥാനമാണ്. ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ പരിശോധന നടത്തേണ്ടതാണ്. കാരണം ഇതിനകത്ത് ഇപ്പം 3 വനിതാ സംവരണമാണ്, 3 വനിതകൾ അതിനകത്തുണ്ട്. 2 പേര് പിന്നെ ഈ പാർലമെന്റ് രംഗത്ത് നല്ല അനുഭവങ്ങളുള്ളവരാണ്, ഒക്കെയാണ്. ദീപ്തിയും അതേപോലെ തന്നെ മറ്റേ കക്ഷി നിലവിലും കൗൺസിലേഴ്സ് ആയിരുന്നു. അവർ സൗമിനി ജെയിൻ മേയറായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഷൈനി മാത്യുവിന് അവസരം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ സൗമിനിജി മാറി കൊടുക്കാത്തതുകൊണ്ടാണ് അവസരം നിഷേധിക്കപ്പെട്ടു പോയത്. പിന്നെ വേറെ 3ാമതൊരു കക്ഷിയും കൂടി ഉണ്ട്, അഡ്വക്കേറ്റ് വി കെ മിനി. ഇതിനകത്ത് സഭ ഔദ്യോഗികമായി അങ്ങനെ ആവശ്യപ്പെടുക എന്ന് പറയുന്നത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ സുന്നിക്ക് വേണം എന്ന് കാന്തപുരം ഉസ്താദും EK സുന്നിക്ക് വേണമെന്ന് സമസ്തയും ഇപ്പോൾ ഇതൊക്കെ കൂടെ ആവശ്യപ്പെട്ട് അവസാനം ഇനിയിപ്പോൾ പിന്നെ ഓരോ ജില്ലാ കളക്ടർമാരെയും ഇവരെന്ത് തീരുമാനിക്കുമ്പോൾ വരെ ഞാൻ ഇന്ന ജില്ലയിലോട്ട് ഇന്ന സമുദായത്തിൽപ്പെട്ടവനെ പിന്നെ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് വേണമെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. മാത്രമല്ല ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുള്ളത് പെരുന്നാൾപ്പാണ്. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്നതിനകത്ത്, രാഷ്ട്രീയത്തിനകത്ത് ഏത് മുന്നണിക്കകത്താണെങ്കിലും ഗുണം ചെയ്യില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. തിരുവനന്തപുരം മേയറായിട്ട് തന്നെ കഴിഞ്ഞ തവണ LDFന് വന്നപ്പം ആര്യ രാജേന്ദ്രൻ തുടക്കക്കാരിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 21 വയസ്സേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞു. മേയർ പിന്നെ റോഡിൽ KSRTC ബസ് തടയൽ അങ്ങനെയുള്ള അതൊക്കെ പിന്നെ സമരത്തിൻ്റെ ഭാഗമായിരിക്കും. ചിലപ്പോൾ SFIക്കാരി ആയതുകൊണ്ട് KSRTC ബസ് കണ്ടു കഴിഞ്ഞാൽ തടയാൻ തോന്നുന്നു. അതിനകത്തൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അപക്വമായിട്ടുള്ളൊരു സംഭവം ആയിരുന്നു എന്നുള്ളതേ കാണുന്നുള്ളൂ. വലിശ്ശേരി MLA സച്ചിൻ ദേവും അതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ പേരെൻ്റെ ഓർമ്മ കിട്ടുന്നില്ല, മുസ്ലിം വനിത 4ാമത്തെ തവണയും കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജനറൽ സീറ്റിൽ ആവുമ്പോഴും വനിതാ സംവരണമാകുമ്പോഴും മാറി മാറി ജയിച്ചുകൊണ്ടിരുന്ന ഒരു മുസ്ലിം വനിത. പാർട്ടി കേഡറാണ്, CPM കുടുംബമാണ്. അവർ പിന്നെ ഈ പരിഗണിക്കപ്പെടാതിരുന്നപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ പിന്നെ പാർട്ടി കുടുംബമാണ്, അവർ ഉപ്പ പാർട്ടി മെമ്പറായിരുന്നു, ഇവർ പാർട്ടി മെമ്പർഷിപ്പിലുള്ളതാണ്. അങ്ങനെയുള്ള അവരെ പരിഗണിച്ചില്ല. തിരുവനന്തപുരം മേയർ സ്ഥാനത്ത് ഒരു മുസ്ലിം വനിത വരിക എന്ന് പറയുന്നതിനകത്ത് ഒരു വല്ലാത്തൊരു മനോഹാരിതയില്ല ഇതിനകത്ത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് CB. നമ്മുടെ ഈ സാമുദായിക കമ്മ്യൂണൽ ഇക്വേഷൻസ് നോക്കുന്നതിൽ വിപ്ലവം പറയുന്ന CPM പോലും ശ്രദ്ധ വെക്കുന്നു എന്ന് പറയുമ്പം പൊതുവേ ഈ സാമുദായിക സംഘടനകളുടെ തടവറയിൽ നിന്ന് ഇപ്പോഴും പരിപൂർണമായി പൊട്ടിച്ച് പുറത്തു കാലത്ത് ഒരു കാലത്ത് അതിൻ്റെ തടവറ തന്നെയായിരുന്നു. അത് ആന്റണി എന്നുള്ള പത്രം നടന്നിട്ടില്ല. പക്ഷേ പിന്നെ അത് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് കൂടുതലാണോ എന്ന് നമ്മൾ സംശയിക്കുന്നു. കൂടുതലല്ല, ഇപ്പോൾ താരതമ്യേന കുറച്ച് VD സതീഷിന് കുറച്ചൊക്കെ ചിലതൊക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്, ചില സംഭവങ്ങളൊക്കെ. അത് പക്ഷേ ഇവന്മാരെല്ലാം കൂടെ സതീഷിനിട്ട് പണിയും ചെയ്യും. സതീശിന് ചുമതലയുള്ള കോർപ്പറേഷനാണ് കൊച്ചിൻ കോർപ്പറേഷൻ. അപ്പം പിന്നെ സതീശൻ ഇതിനകത്തൊരു സൈലന്റ് അപ്രോച്ചാണ് എടുക്കുന്നത്. സതീശൻ പറഞ്ഞിട്ടുള്ള ആരും
PR വർക്കുകളിലേക്ക് നീങ്ങരുത്. ഒരൊറ്റയാളും മേയർ കാൻഡിഡേറ്റ്സ് ആവാനുള്ളവരോ ഡെപ്യൂട്ടി മേയർ ആവാനുള്ളവരോ PR വർക്കിലേക്ക് പോകരുത്. ബാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷവും പിടിക്കാത്തൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. പക്ഷേ 3 പേർക്കും വേണ്ടിയിട്ട് ചില പക്ഷങ്ങളൊക്കെ രംഗത്തുണ്ട്. നമുക്കറിയാവുന്ന സുഹൃത്തുക്കൾ VD സതീശൻ ഇങ്ങനെ PR വർക്കിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശത്രുക്കളുടെ PR വർക്ക് ആരംഭിക്കും. അതെ പണി കിട്ടണമല്ലോ. അല്ല, മൊത്തത്തിൽ ഇവരെല്ലാവരും കൂടെ ഇപ്പോൾ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം, ഒരു സമവായം ഉണ്ടാക്കുക. പക്ഷെ അതുവരെ പ്രത്യേകിച്ച് അത് ക്ലെയിം ചെയ്ത് പിന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ മത്സരിക്കാൻ എനിക്ക് സ്ഥാനാർത്ഥിയാവണം, എനിക്ക് മേയറാവണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും മനസ്സിലും ആഗ്രഹം ഉണ്ടാവും. 3 പേരുടെയും 3 വനിതകളും ഒടും കൊടുത്തിട്ടുള്ള നിർദ്ദേശം, പൊതുവിൽ കൊടുത്തിട്ടുള്ളത് എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത്, നിങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിനിലേക്ക് പോകരുത് എന്നുള്ളതാണ്. എല്ലാവരെയും അനുഭവപൂർവ്വം പരിഗണിക്കും എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ക്യാമ്പയിനിങ് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വരെ ക്യാമ്പയിനുമായിട്ട് പിന്നെ അപ്രോച്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ചിലർക്ക് അനുകൂലമായിട്ടും ചിലർക്ക് പ്രതികൂലമായിട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഉള്ളത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലത്തീൻ കത്തോലിക്ക വേണം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലത്തീൻ കത്തോലിക്കയ്ക്ക് എറണാകുളം തിരുവതി കൊടുക്കണം എന്ന് പറയുന്നതിനകത്തുള്ള ഒരു വാദം വെക്കുന്നത് ലത്തീൻ കത്തോലിക്കരില്ലാത്ത സ്ഥലങ്ങളിൽ, ലത്തീൻ കത്തോലിക്കരെ താരതമ്യേന അവർക്ക് പിന്നെ വലിയ ആൾബലം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ലത്തീൻ കത്തോലിക്കരായ നേതാക്കന്മാരുടെ കടന്നുവരവിനെ എതിരായിട്ട് പിന്നെ ബാധിക്കും. അതായത് ഞങ്ങൾക്ക് മെജോറിറ്റി ഉള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത് ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടാകുന്ന പോലെ, അല്ലെങ്കിൽ ബാക്കിയുള്ള പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന പോലെ, ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയ്ക്കകത്തുള്ളത് പോലെ ബാക്കിയുള്ളവരില്ലാത്ത ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകും. അങ്ങനെ പോകും. അറിയാമല്ലോ, ഒരു മുസ്ലിം മന്ത്രിയില്ല കേന്ദ്രത്തിൽ. കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്നത് മുസ്ലിം MP-മാരെ ജയിച്ചു കിട്ടിയാലല്ലേ മന്ത്രിയാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ സത്യമാണ്. അബ്ദുൾ സമദ് സംതാനിയോ ഇ ടി മുഹമ്മദ് ബഷീറോ താമരചിഹ്നത്തിൽ ജയിച്ച BJP-യുടെ സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മന്ത്രിയാക്കി. ഇപ്പോൾ അത് അങ്ങനെയല്ലോ, അവർക്ക് മന്ത്രിയാക്കാൻ ആളില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും പാർട്ടിയോ OBC OBC ഇപ്പോൾ പിന്നെ നേരിട്ട് മന്ത്രിസഭയിലോട്ട് കൂട്ടാൻ പറ്റത്തില്ല. OBCക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവരും ചെയ്തു കൊടുക്കുന്നുണ്ട്, BJPക്ക് വേണ്ട കാര്യങ്ങളെല്ലാം OBCയും ചെയ്തു. അന്തർധാരയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ്. ഒന്ന് ഒരു തവണ ഇപ്പോൾ P. രാജീവിനെ നിർത്തി ആ സമയത്തൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭൂരിപക്ഷം സമയത്ത് ഇവിടെ ഈ ലത്തീൻ സഭയുടെ ആളുകളെ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ ഇരു മുന്നണിക്കും അത് തന്നെയായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത്. നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മാണി വിധേയത്തിലിനെ കൊണ്ടു നിർത്തി. LDF നിർത്തിയെന്ന് ആലോചിക്കണം. CPM-ന്റെ സ്വതന്ത്രനായിട്ട് നിർത്തുക മാണി വിധേയത്തിലിനെ. എന്നിട്ട് വിധേയത്തിൽ പിതാവിൻ്റെ കുടുംബക്കാരൻ വിധേയത്തിലുണ്ടല്ലോ. അന്ന് മറ്റേ ഒരു ബിഷപ്പ് വിധേയത്തിലുണ്ടായിരുന്നു. അവിടെ ഉണ്ടോ ഇപ്പം എനിക്കറിയത്തില്ല. അപ്പോൾ വർക്കി വിധേയത്തിൻ്റെ വിധേയത്തിലുണ്ട്, ഇയാൾ വിധേയത്തിലാണ്. അപ്പോൾ ആൾക്കാർ മുഴുവൻ വിധേയത്തിൽ പിതാവിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള രീതിയിൽ കാണുമെന്നുള്ള രീതിയിലുള്ള കാർഡ് വരെ ഇടതു മുന്നണി ഇറക്കിയത്. അന്നൊക്കെ ഞാൻ പാർട്ടി സജീവമായിട്ടുള്ള കാലത്ത് എനിക്ക് ഭയങ്കര ഒരറപ്പാണ് തോന്നിയിട്ടുള്ള ഇതിനകത്ത്. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഈ CH ആഷിക്ക് പഴയ SFIയുടെ സംസ്ഥാന പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നു. പുള്ളി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ KN ബാലഗോപാൽ ഇപ്പോഴത്തെ മന്ത്രി സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പം CH ആഷിക്ക് ഞങ്ങൾ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിലേക്ക്, ഇപ്പോഴത്തെ മലപ്പുറം മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നു. അപ്പോൾ ചുറ്റികരുവാൾ നക്ഷത്രം അടയാളത്തിലാണ് മത്സരിക്കുന്നത്. ഏത് സ്ഥാനാർത്ഥി EAവുന്നത്. അപ്പം ആരാ CH ആഷിക്കെന്ന് ചോദിച്ചു. വോട്ട് ചോദിക്കുക അങ്ങനെ ചെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ താത്തമാരൊക്കെ അന്ന് ഞങ്ങളെ നമ്മുടെ വീടുകളിലും പത്രമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മളെ CH മുഹമ്മദ് കോയൻ്റെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെയാണ് ഈ വിധേയത്തിൻ്റെ കൊണ്ടുവന്നത്. ഇത് മാത്രമല്ല, ഈ വൃത്തികേട് ഇടതുമുന്നണിയുടെ ഭാഗത്ത് അല്ലാതെ ഉണ്ടായിട്ടുണ്ട്. 95 കരുണാകരൻ മാറി ആന്റണി മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് തിരുരങ്ങാടി പോയിട്ടാണ് ബൈ ഇലക്ഷനിൽ UA ബീരാൻ സേട്ടു സാഹിബിൻ്റെ കൂടെ പോയിട്ട് രാജിവെച്ച ഒഴിവിലാണ് ബൈ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അന്ന് ഗുരുവായൂരും ബൈ ഇലക്ഷൻ നടക്കുക സമയത്ത് ആ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ എന്നെ കരീം മുസ്ലിങ്ങളുടെ വോട്ടാണ് 99%. അപ്പോൾ അവിടെ ഒരു അച്ചായനായ ആന്റണിയെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് കരീമിനെ അങ്ങ് ഇറക്കി. ഈ ഇറക്കിയൊരു പരിപാടി നടത്തി അത് പൊളിഞ്ഞ് വാളീസായിപ്പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, എനിക്ക് തിരുവനന്തപുരത്ത് പിന്നെ ഒരു മേയറായിട്ട് ഒരു മുസ്ലിം വരികയും, അല്ലെങ്കിൽ പാല, ഇടുക്കി, അങ്കമാലി, തിരുവല്ല, ഇവിടെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് വന്നു. തിരുവല്ലയാണെങ്കിൽ മർത്തോമക്കാരെയാണ് പരിഗണിക്കുക കൂടുതൽ, 2 മുന്നണിയും പരിഗണിക്കുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ഒരു പാറ്റേൺ പോകുന്നത്. ഇപ്പോൾ ഉള്ള സിറ്റിംഗ് MLA മാതിരി തോമസും മർത്തോമക്കാരനാണ്. മർത്തോമസഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളതാണ്. അല്ലെങ്കിൽ മലപ്പുറത്തോ കൊടുവള്ളിയിലോ ഒക്കെ പിന്നെ കാസർഗോഡോ ഒക്കെ ഇവർ ഈ UDF-നോ LDF-നോ BJP-യുടെ കാര്യം വിട്ടുകളാ, UDF-നോ LDF-നോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് നിർത്തുന്നില്ല. അത് നിർത്താൻ പറ്റുന്നില്ല, അതാണ്. അപ്പം അതേപോലെ KPA മജീദ് 2004 TK ഹംസയായിട്ട് മത്സരം ഉണ്ടാകുമ്പോൾ TK ഹംസ അന്ന് വിജയിക്കുന്നു. അന്ന് 20-ൽ 18 സീറ്റ് LDF നേടിയ സമയത്ത് KPA മജീദ് അന്ന് LDF നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ എന്താണെന്ന് വെച്ചാൽ സുന്നികൾക്കിടയിൽ നടത്തിയത് KPA മജീദ് മുജാഹിദാണെന്നുള്ളതാണ്. അപ്പം ഉപജാതി വരെ പറഞ്ഞ LDF വരെ കൂട്ടി വയ്ക്കുന്നു. UDF-ന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. 2009 ഈ കാന്തപുരത്തിൻ്റെ വലങ്കയായിട്ടുള്ള ഹുസൈൻ എണ്ണത്താണിയെ പൊന്നാനി ലോക്സഭയിലേക്ക് CPI-യുടെ സീറ്റ് ഏറ്റെടുത്ത് വരുന്നത്. അന്നാണ് വെളിയം ഭാർഗവൻ പറഞ്ഞത് 2 താണിയും 3 താണിയൊന്നും ഇല്ല, CPI-യുടെ സീറ്റാന്ന് പറഞ്ഞാൽ അവസാനമാണ് വയനാട് അവർക്ക് കൊടുക്കേണ്ടി വന്നത്. ആ ഹുസൈൻ എണ്ണത്താണിക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരണത്തിന് വേണ്ടിയിട്ട് സാക്ഷാൽ മദനിയെ കൊണ്ടുവന്ന് വേദിയിൽ പിണറായി വിജയൻ്റെ കൂടെ വേദി പങ്കിടുന്നു. അപ്പോൾ ഇത് 2 കൂട്ടർ ഏറ്റവും കൂടുതൽ പലപ്പോഴും CPM ആണ് ഇത് ഒളിവിൽ കൂടി നടത്തിയിട്ടുള്ളത്. രാഘവേട്ടൻ എന്ന്, അതായത് പിന്നെ ഉണ്ണിത്താനെ ഉണ്ണിച്ചാന്ന് വിളിക്കുന്നത് കാസർഗോഡുകാർ.
പിന്നെ കെ മുരളി ആരും മുരളീധരേട്ടൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കത്തില്ല. അല്ല, മുരളിയേട്ടൻ വിളിക്കാറുണ്ട്. വിളിക്കാറുണ്ട്, ബോർഡിനകത്ത് കെ ബോർഡ് മുരളീധരൻ. വെക്കാം. രമേശ് ചെന്നിത്തലയെ പിന്നെ ചെന്നിത്തല ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കത്തില്ല. രമേശ് ജി അത് വിളിക്കലും ബോർഡ് വെക്കുന്നതും തമ്മിലുണ്ട്. അപ്പോൾ എളമരം കരീമിനെ സ്വാഭാവികമായും പിന്നെ അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാർ പിന്നെ കരീംക സഖാവേദൊക്കെ കരീംക ഒക്കെ ആയിരിക്കും വിളിക്കുക. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ, അച്ചായ, ഇക്ക, ചേട്ടാ ഇതൊക്കെ നമ്മൾ വിളിക്കുന്നത് തന്നെ എല്ലാവരെയും. അതേസമയം അപ്പുറത്തെ രാഘവേട്ടൻ എന്നുള്ളതൊരു ട്രേഡ് മാർക്കായിട്ട് മാറിയതാണ്. ആ ട്രേഡ് മാർക്കിൻ്റെ സമയത്ത് ഇപ്പം അംസാക്ക എന്നുള്ളത് അങ്ങനെയായിരുന്നു. ടി കെ അംസയെ എല്ലാവരും അംസാക്ക എന്നാണ് പറയുക. അപ്പോൾ ആ രീതിയിൽ പിന്നെ അപ്പോൾ ഇത് രാഘവേട്ടൻ എന്നുള്ളതിന് പകരം കരീംക എന്ന് പറഞ്ഞിട്ട് സാധനം കൊണ്ടുവന്നു. അത് കമ്പ്യൂട്ടർ എലമെൻ്റ് കയറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആലോചിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു ദളിത് മുഖ്യമന്ത്രി കേരളത്തിൽ എവിടെയൊക്കെ വന്നു, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വന്നു, ഉത്തർപ്രദേശിൽ വന്നു, പല സ്ഥലങ്ങളിൽ വന്നു. ആ കെ രാധാകൃഷ്ണനൊക്കെ നാവും നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇതുവരെ ഇനിയിപ്പോൾ സമീപകാലത്ത് അതിനാവാൻ പറ്റുന്ന ഒരു യു ഡി എഫിലും ഇല്ല, എൽ ഡി എഫിലും ഇല്ല. എൽ ഡി എഫിൽ ഇനിയിപ്പോൾ ഈ സച്ചിൻ പൈലറ്റ് അല്ല, സച്ചിൻ ദേവ്, മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഞങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിനെ കൂടെ തള്ളിക്കളഞ്ഞോ? കൊടുക്കുന്ന സുരേഷിന് പിന്നെ സത്യം പറഞ്ഞാൽ അതിനെ വർക്കിംഗ് പ്രസിഡന്റ് പോലും ആക്കാതിരുന്നതിൽ സങ്കടം ഉണ്ടായിന്. പുള്ളിക്ക് മുഖ്യമന്ത്രി എന്താ പ്രശ്നം? അല്ല, പുള്ളിക്ക് മുഖ്യമന്ത്രി അതൊക്കെ ആവാം. കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ പല ആൾക്കാരും പലയിടത്തും മുഖ്യമന്ത്രിമാരായിട്ടൊക്കെ ആയിട്ട് ഇരുന്നതിൻ്റെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ആ യോഗ്യതയൊന്നും ഞാൻ കാണുന്നില്ല അതിനകത്ത്. പിന്നെ പക്ഷേ ഒരു ദളിത് മുഖ്യമന്ത്രി കേരളത്തിൽ വന്നിട്ടില്ല, ഒരു വനിതാ മുഖ്യമന്ത്രി വന്നിട്ടില്ല. ഒരു വനിതാ മുഖ്യമന്ത്രി വേണ്ട, CH കുറച്ചു കാലം ഇരുന്ന് ഒഴിച്ചാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നു കേരളത്തിൽ. അല്ലെങ്കിൽ പിന്നെ അത് എവിടെ വരും? അവിടെ പറഞ്ഞേ, അവിടെ നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധത. കേരളത്തിൽ വന്നില്ലെങ്കിൽ ഒരു ദളിത് മുഖ്യമന്ത്രി, ഒരു വനിതാ മുഖ്യമന്ത്രിയും വേറെ, അല്ലെങ്കിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നിട്ട് എവിടെ എന്താ കാര്യമുള്ളത്? ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നിട്ടുണ്ടോ? പിന്നെ ഇവിടെ ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്നു, തലേക്കുതിൽ ബഷീർ ഉണ്ടായിരുന്നു, MSN പിന്നെ അതിനൊന്നും ആയിട്ടില്ല. പാലോളി മുഹമ്മദ് കുട്ടി ഉണ്ടായിരുന്നു, പാലോളി അതൊക്കെ ഇപ്പോൾ അതിനൊന്നും ആയിട്ടില്ല. CM ഒന്നും ആവാനായിട്ടില്ല. CM മെറ്റീരിയലൊക്കെ ആയിട്ട് ഭാവിയിൽ വന്നെങ്കിൽ ഷാഫി പറമ്പിലൊക്കെ ഒരു വിഷയം വന്നേക്കാം. ഷാഫി പറമ്പിലിൻ്റെ നല്ല CM മെറ്റീരിയലായിരുന്നു. ഈ കുതന്ത്രവും കോപ്രായവും കുതികാല് വിട്ടും പിന്നെ കൂട്ടിക്കൊടുപ്പും ഒക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ പറ്റുമായിരുന്നു. പക്ഷേ അതല്ല രാഷ്ട്രീയത്തിനകത്തുള്ള മാന്യത. അങ്ങനെ എങ്ങനെയൊക്കെ CM ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉത്തർപ്രദേശിലെ പഴയ ഗുണ്ടാരാജ് പോലെയുള്ള പരിപാടിയായിരിക്കും ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഇത് പിന്നെ ആലോചിക്കേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുള്ളത് 3 ഈ മേയർ കാൻഡിഡേറ്റ്സിനെ കുറിച്ചും അവരുടെ മെറിറ്റിനെ കുറിച്ചും ഡിമെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ. അത് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വ്യക്തിപരമായിട്ട് ഇവരുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം, അഡ്രസ്സ് ചെയ്യേണ്ട സിറ്റുവേഷൻ നിലവിലില്ല. നാളെ ഒരിക്കലും ഉണ്ടാകുകയാണെങ്കിൽ വേണമെങ്കിൽ അത് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് അവതരിപ്പിക്കുന്നതിന് നമുക്ക് പ്രയാസമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇങ്ങനൊരു വിവാദത്തിലേക്ക് പോകുന്നത് ഈ വിജയത്തിൻ്റെ ശോഭ കെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രഹസ്യ ബാലറ്റ് നോക്കട്ടെ, അവിടെ വെച്ച് തന്നെ ഓപ്പണായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് പിന്നെ 2 പേരോ 3 പേരോ മത്സരിക്കുന്നുണ്ടെങ്കിൽ, അവർ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മത്സരിക്കുന്നുണ്ടെന്ന് പറയട്ടെ, അതിന് സെക്കൻഡ് റൗണ്ട് പ്രപ്പോസറൊന്നും ആവശ്യമില്ല. എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ നിൽക്കുകയാണ് എന്ന് പറയുക, ഞാൻ മത്സരിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ളത് ടിക്ക് ചെയ്യട്ടെ. അവർക്ക് ഇഷ്ടം അല്ല, മൂന്നാമതൊരാളും കൂടി മത്സരിക്കുകയാണെങ്കിൽ വോട്ടിനകത്ത് ആദ്യം ആരാ കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ അയാളെ പിടിച്ച് പിന്നെ മേയറാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം കൊച്ചിയിൽ ഇപ്പോൾ എടുക്കേണ്ട സമീപനം അതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്കിടെ, കാരണം ഇല്ലെങ്കിൽ കൗൺസിലോട്ട് പോകുമ്പോൾ പ്രശ്നമാണ്. തീർച്ചയായിട്ടും. കാരണം പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് ഇവർ കോർ കമ്മിറ്റി, മറ്റേ കമ്മിറ്റി, മറിച്ചേ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്മിറ്റി ഉണ്ടല്ലോ. രാഷ്ട്രീയ കാര്യ സമിതി, ലോകത്തൊന്നും ഇല്ലാത്തത്രയും കമ്മിറ്റികളുള്ള സംവിധാനമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൂടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരിൽ ഭൂരിപക്ഷവും താല്പര്യമില്ലാത്ത ആളായിരിക്കും വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, സഹകരിച്ച് മുന്നോട്ട് പോകുന്നിടത്ത് എന്നും പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും. ഈ ചൊറിച്ചിലും പാരവൊപ്പും പിന്നെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കലും. ഇത് കൊച്ചി കോർപ്പറേഷൻ ഇങ്ങനെ എല്ലാ കാലത്തും വിവാദത്തിലായിക്കൊണ്ടിരിക്കും. തൃശ്ശൂരൊക്കെ പണ്ട് പറ്റിയതുപോലെ തന്നെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അതാവാതിരിക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ചെയ്യേണ്ടത് ഇവർ DCC പ്രസിഡൻറ്റോ KPCCയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ പിന്നെ KPCC പ്രസിഡൻറ്റോ പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാക്കളോ മുൻ KPCC പ്രസിഡന്റുമാരോ ഒന്നുമല്ല, DCC പ്രസിഡന്റോ ഒന്നുമല്ല ചെയ്യേണ്ടത്. DCCയും KPCCയും ഒക്കെ കൂടെ കൂടിയിട്ട് അവർ പിന്നെ നിരീക്ഷകരായിട്ട് കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിജയിച്ച അംഗങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കുകയും അതിനകത്ത് ഇവർക്കിടയിൽ നിന്ന് ആരെ ഇവർ പ്രപ്പോസ് ചെയ്യാതിരിക്കുക, ഫ്ലോറിൽ നിന്ന് പ്രപ്പോസൽ വെക്കുക, ആരെ ആക്കണം നിങ്ങൾ കൂട്ടുവന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് കൂടിയിട്ട് ഇവർ പ്രപ്പോസൽ വെക്കാം. പ്രപ്പോസൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ പ്രപ്പോസലിന് സെക്കൻഡ് ടേം വേണമെന്ന് പറയരുത്. വേറൊരാൾ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ മത്സരിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ കൈ പൊക്കിയിട്ട് വേണമെന്ന് അവർക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ രഹസ്യ ബാലറ്റ് വെക്കുക. ആ ബാലറ്റ് ഓപ്പൺ ആയിരിക്കണം. എത്ര ബാലറ്റാണോ അത്രയും പേർക്കുള്ള കറക്റ്റ് ആയിരിക്കണം. ആ കൗണ്ട് ചെയ്യുന്നതും കറക്റ്റ് ആയിരിക്കണം. അവർ ടിക്ക് ചെയ്യുന്നു, മടക്കി അതിനകത്ത് കൊണ്ടുപോയി ഇടുന്നു. അത്രയും പേരെയും തന്നെ സാന്നിധ്യത്തിൽ തന്നെ ഈ നേതാക്കന്മാരത് പൊട്ടിച്ച് എണ്ണി മാറ്റി വെക്കുന്നു. അതെ, ഇന്ന ആൾക്ക് ഇത്ര വോട്ട് കിട്ടി, അത് ഇവിടെ വെച്ചു, മറ്റേ ആൾക്ക് ഇത്ര വോട്ട് കിട്ടി ഇവിടെ വെച്ചു. ഏറ്റവും അവസാനം 3 പേർക്കും കിട്ടിയ വോട്ടും ടോട്ടൽ ഹെഡ് കൗണ്ടും ഈക്വൽ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ, ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണെങ്കിൽ പോലും അയാളെ മേയറായിട്ട് പ്രഖ്യാപിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. മറ്റ് 2 പേർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൊടുക്കുക.